പഴയ വേരുകളിൽ നിന്നും പുതിയ പൂക്കൾ വിരിയും. പഴയ സിംഹാസനത്തിൽ പുതിയ രാജാക്കന്മാർ വാഴും. 2010 ദക്ഷിണാഫ്രിക്കയുടെ മണ്ണിൽ ഐതിഹാസികമായ ലോക കിരീടം ചൂടിയ സ്പെയിൻ നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ടാണ് വടക്കേ അമേരിക്കയിലേക്ക് എത്തുന്നത്. ഇത്തവണ അവരുടെ കയ്യിൽ വെറും പാസുകൾ മാത്രമല്ല ഉള്ളത്, പകരം ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു കയറാൻ സാധിക്കുന്ന ക്രൂരമ്പുകളുമുണ്ട്. ഒരു കവിത പോലെ സുന്ദരവും ഒരു യുദ്ധം പോലെ തീക്ഷ്ണവുമായ ഫുട്ബോൾ ശൈലിയുമായി ലാറോഹ വരികയാണ്. കാനഡയിലെയും അമേരിക്കയിലെയും പുൽമൈതാനങ്ങളിൽ ആ ചുവന്ന കൊടുങ്കാറ്റ് വീശിയടിക്കുന്നതാണ് കാൽപന്ത് ലോകം ഇനി കാണാനിരിക്കുന്നത്. എന്തൊരു കാലഘട്ടമായിരുന്നു സ്പെയിൻ്റേത്, അഥവാ എന്തൊരു കാലഘട്ടമായിരുന്നു ഈ ഫുട്ബോൾ ലോകത്തിന് സ്പെയിൻ സമ്മാനിച്ചിരുന്നത്. പക്ഷേ ഒരു കാലത്ത് കാൽപന്ത് ലോകം ഭരിച്ചിരുന്ന ടിക്കി ടാക്ക എന്ന മാന്ത്രിക ശൈലിക്ക് ഇന്ന് കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. സിൽവ, വിയ, ചാവി, ഇനിയാസ്റ്റ, ബുസ്കറ്റ്സ്, പുയോൾ, പീക്കെ, റാമോസ് തുടങ്ങിയവരുടെ പടിയിറക്കത്തിന് ശേഷം സ്പെയിൻ്റെ സാമ്രാജ്യം മന്ദഗതിയിലായിരുന്നു മുന്നോട്ട് പോയത്. പാസുകളുടെ വന്യത ഉണ്ടായിരുന്നുവെങ്കിലും ശത്രുകോട്ടകളെ തകർക്കാനുള്ള മൂർച്ച അവർക്ക് എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. റഷ്യയിലും ഖത്തറിലും അവർക്ക് അകാലത്തിൽ കണ്ണീരോടെ മടങ്ങേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ പഴയ പ്രതാപം ഓർമ്മ മാത്രമായി മാറുമെന്നും അവശേഷിക്കുമെന്നും പലരും കരുതി. പക്ഷേ ചരിത്രവും കാലവും എപ്പോഴും ഒരു വിപ്ലവകാരിയെ കാത്തുവയ്ക്കാറുണ്ട്. സ്പാനിഷ് ഫുട്ബോളിൽ ആ വിപ്ലവം കൊണ്ടുവന്നത് പരിശീലകൻ ലൂയിസ് ഫ്ലുവൻ്റെ ആയിരുന്നു. അദ്ദേഹം സ്പെയിൻ്റെ കളിത്തട്ടിലേക്ക് വേഗതയും ആക്രമണവീര്യവും ആവാഹിച്ചു. അതിൻ്റെ ഫലമായിരുന്നു 2024 ആ യൂറോ കപ്പ് വിജയം. യൂറോപ്പിലെ വമ്പന്മാരെയെല്ലാം നിഷ്പ്രഭരാക്കി അവർ വീണ്ടും ഒരു കിരീടം ചൂടിയപ്പോൾ അത് തീർത്തും ലാറോഹയുടെ ഒരു പുനർജന്മം തന്നെയായിരുന്നു. 2026 അമേരിക്കയിൽ വേൾഡ് കപ്പ് ഒരുങ്ങുമ്പോൾ പലർക്കും ഫ്രാൻസും ഇംഗ്ലണ്ടും പോർച്ചുഗലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഉതയ്ക്കാൻ ശേഷിയുള്ള ടീം. അങ്ങനെയാണല്ലോ നിങ്ങളുടെ എല്ലാം ധാരണ. എന്നാൽ നിങ്ങൾ സ്പാനിഷ് ടീമിലേക്കൊന്ന് നോക്കണം. അവിടെ ഏത് വലിയ ഡിഫൻസും അനായാസം പൊളിച്ചു കളയാൻ ശേഷിയുള്ള കഴിവുള്ള ഒരു മുൻനിര തന്നെയുണ്ട്. നിക്കോ വില്യംസും ഫെറാൻഡോറസും ഡാനി ഓൾമയും ഒയർസാബാലും ജോർജ് ഇഗ്നേഷ്യസും വിക്ടർ മിനോസും പരിക്കിൽ പെട്ടുപോയ ഫെർമിന് പകരം വന്ന യെരേമി പിനോയും എല്ലാം അക്രമ ഫുട്ബോളിൻ്റെ ചടുല താളം പതിഞ്ഞ് തികഞ്ഞവർ. അതെ, ഇതിനെല്ലാം മുകളിൽ ഈഗോ തലയ്ക്ക് പിടിച്ചാൽ സർവ്വതും തീർക്കാൻ ശേഷിയുള്ള ആലംബ ചക്കനും. ഇന്ന് കാൽപന്ത് ലോകം ഏറ്റവും ഭയക്കുന്നതും ആ കൗമാരക്കാരൻ്റെ ഇടങ്കാലിനെയാണ്. എതിരാളികളെ തലയ്ക്കോളം പിടിപ്പിക്കുന്ന അവനെ പിടിച്ചു കെട്ടുക തന്നെയായിരിക്കും സ്പെയിനുമായി മുട്ടാൻ നിൽക്കുന്നവരുടെ ആദ്യ ബ്ലൂ പ്രിൻ്റ്. യെസ്, ലമീൻ യമാൻ എന്ന അമ്മാന്ത്രിക ചക്കൻ. സ്പാനിഷ് ഫുട്ബോളിൻ്റെ മിഡ്ഫീൽഡിൽ ഇന്നും ആ ടിക്കി ടാക്കയുടെ ശൈലിയും പാരമ്പര്യവും തൊട്ട് തീണ്ടി നിൽക്കുന്നുണ്ട്. അതിലേക്ക് വേഗതയുടെ പുതിയ ഫ്യൂവൽ കൂടി ചേർന്നുവെന്ന് മാത്രം. പഴയ ഇനിയാസ്റ്റും സാവിയെയും ഓർമ്മിപ്പിക്കും പോലെ പെഡ്രി, ഗാവി കോംബോ, കൂടെ സുബിമെൻഡി, ഫാബിയൻ ലൂയിസ്, അലക്സബാനെ, മെറിനോ. ആ സുന്ദരമായ ആക്രോബാറ്റിക് ഹൃദയത്തെ നിയന്ത്രിക്കാൻ സാക്ഷാൽ റോഡ്രി കൂടിയാകുമ്പോൾ അമേരിക്കയിൽ ഒരു മിക്സഡ് കാളപ്പോൾ തന്നെ കാണേണ്ടി വരും. ഡിഫൻസിലാകട്ടെ ബാഴ്സയുടെ സെൻസേഷൻ ഗുർബാസി ആദ്യമായി തൻ്റെ ഡെബ്യൂട്ട് നടത്തുമ്പോൾ വേൾഡ് കപ്പ് വേദികളിലെ ആ പഴയ ഇതിഹാസങ്ങൾക്ക് പകരക്കാരനായി മാറുന്ന ചരിത്രം നമുക്ക് സാക്ഷിയാകാം. ആദ്യമായി സ്കോറിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഗാർഷ്യ, അത്ലറ്റിക്കോൻ്റെ ലപ്പോട്ട, ലെവർകൂസൻ്റെ ഗിർമാൾഡോ, ചെൽസിയുടെ കുക്കുറായ, ഹോട്ട്സ്പൂറിൻ്റെ പെഡ്രോ പോറോ, അത്ലയുടെ മാർക്കോസ് ലോറൻ്റെയും മാർക്കോബിലും. അങ്ങനെ അടങ്ങുന്ന യങ് എക്സ്പീരിയൻസ് ഡിഫൻസും ആ സിസ്റ്റവും സെറ്റ് തന്നെയാണ്. ഗോൾ കീപ്പർമാരായി 3-ൽ ആര് വന്നാലും ചോരാത്ത കാവലാൾ തന്നെയാകുമെന്ന് ഉറപ്പ്. പക്ഷേ ആരെ ചൂസ് ചെയ്യുമെന്ന ആകാംക്ഷയിലാണ് ഈ ഫുട്ബോൾ ലോകം. ഗാർഷ്യ, റായ, ഉനൈ സൈമൻ, അങ്ങനെ മൂന്നും ഒന്നിനൊന്നും പറ്റ. അമേരിക്കയുടെ മണ്ണ് സാക്ഷിയാകാൻ പോകുന്നത് വലിയ സ്പാനിഷ് വിപ്ലവം തന്നെയായിരിക്കും. അതിൻ്റെ മുന്നിൽ യമാലും വില്യമും അഴിച്ചുവിടുന്ന ആക്രമണമുണ്ടാകും. മധ്യനിരയുടെ മനോഹാരിതയുണ്ടാകും. ഡിഫൻസിൽ ഭംഗിയും അഭംഗിയും ഉണ്ടാകും. തീർന്നെന്ന് തോന്നിയ നിമിഷത്തെ മറികടക്കാൻ രക്ഷിക്കാൻ പോന്ന അൺഎക്സ്പെക്റ്റഡ് ഗോൾ സേവുകളുണ്ടാകും. ഇതെല്ലാം സമയാസമയങ്ങളിൽ നിയന്ത്രിക്കാൻ ഫ്യൂവൻ്റെ കളത്തിന് പുറത്തുണ്ടാകും. അതെ, ഒന്നുറപ്പ് തന്നെയാണ്, ഇത് നമ്മളെല്ലാവരും കണ്ടുപഴകിയ ആ പഴയ സോഫ്റ്റ് സ്പെയിനല്ല, ബ്ലഡി ബ്രൂട്ടൽ സ്പെയിനാണ്.
കാളപ്പോരിന് പേരുകെട്ട സ്പെയിൻ്റെ ഫവേലുകളിൽ നിന്നും മടുക്കാതെ മയക്കാതെ ശത്രുവിനെ തീർത്ത് കളയാൻ മാത്രം തുനിഞ്ഞിറങ്ങുന്ന കൂട്ടം. അത് സ്പാനിഷ് കാളക്കൂട്ടം. ചെഞ്ചുവപ്പ് കൊണ്ട് ശത്രുവിനെ പുതപ്പിച്ച് കെടുത്താൻ വരുന്നവർ. അമേരിക്കയുടെ നിലങ്ങളിൽ കിരീടം സ്വപ്നം കണ്ടെത്തുന്ന പേരുകൊണ്ടും സ്കോഡ് കൊണ്ടും ഭയപ്പെടുത്തുന്ന എല്ലാ ടീമുകളെയും തീർത്ത് കെട്ടാൻ തുനിഞ്ഞിറങ്ങുന്നവർ. ഒരിക്കൽ കൂടി ആ സ്പാനിഷ് വിപ്ലവം ഈ ഫുട്ബോൾ ലോകത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ ആ പഴയ സിംഹാസനം വീണ്ടെടുക്കാൻ വരുന്ന വരവാണിത്. യെസ്, സ്പെയിൻ ഈസ് കമ്മിങ്.